ഗൈസ്, വെൽക്കം ടു സ്മയാട്ട്. എൻ്റെ പേര് വിസ്മയ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ലോങ് വ്ളോഗാണ്, ഒരു ഫോട്ടോഷൂട്ട് വ്ളോഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് ഞാൻ സെപ്റ്റംബർ 15 എടുത്ത വീഡിയോ ആണ്, അതായത് ഓണത്തിൻ്റെ അന്ന് എടുക്കുന്നതാണ്. അന്ന് ഞാൻ ഇന്നലെ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലാസ്റ്റ് ഞങ്ങൾ ഇവിടുന്ന് മാമൻ്റെ കൂടെ പോകുന്നത്, അത് അടുത്ത വ്ളോഗായിട്ട് ഇടാം, കാരണം അത് അത്യാവശ്യം ലോങ് ആണ്, അതുകൊണ്ടാണ് അടുത്ത വ്ളോഗായിട്ട് ഇടാമെന്ന് പറഞ്ഞ്. അപ്പോൾ അച്ഛനില്ല, ഞാനും നെർസും നീലും അമ്മയും കൂടെ മാമൻ്റെ കൂടെക്ക് പോകണം നിൽക്കാൻ വേണ്ടിയിട്ട്. ഒരു ദിവസമാണ് കേട്ടോ നിൽക്കുന്നത്. മെയിൻ സംഭവം എന്തായാലും ഓണത്തിന് പോകണമെന്നുണ്ടായിരുന്നു, മാത്രമല്ല ഏതായാലും പോകുമ്പോൾ അവിടെ ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. അത്യാവശ്യം ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ളൊരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ളൊരു ഫോട്ടോഷൂട്ട് അവിടെ നടക്കുന്നുണ്ട്. ഫുൾ അറേഞ്ച്മെൻറ്റ്സ് മാമനായിരുന്നു കേട്ടോ, ഒന്നും പ്രതീക്ഷിക്കേണ്ട സഡൻ പ്ലാനിങ് ആയിരുന്നു സത്യം പറഞ്ഞാൽ എല്ലാതും. അപ്പോൾ ഞങ്ങൾ വീട്ടിലിട്ട ഡ്രസ്സ് തന്നെ ഇട്ടിട്ടാണ് പോകുന്നത്, കാരണം കാറിലിരിക്കുന്ന എവിടെയും ഇറങ്ങാനില്ല. ഇവിടുന്ന് ഒരു 5-10 മിനിറ്റേ ഉള്ളൂ മാമൻ്റെ വീട്ടിലേക്ക്, അതായത് അമ്മയുടെ വീട്ടിലേക്ക്. അപ്പോൾ ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഇടയ്ക്ക് സ്റ്റോറി ഇടുന്ന കണ്ടിട്ടുണ്ടാവും, കുറുമ്പൂർ മന എന്ന് പറഞ്ഞിട്ട്. അമ്മയുടെ വീട്ടുപേര് കുറുമ്പൂർ എന്നാണ്, അപ്പോൾ അതുകൊണ്ട് കുറുമ്പൂർ മന എന്നാണ് പേര് വെക്കുന്നത്. ആ വീടിന് ലൈക്ക് ഒരു നമുക്കൊരു മെയിൻ പേര് പോലെ ഉണ്ടാവില്ല വീട്ടുപേര്, അത്. ഇൻസ്റ്റഗ്രാമിലും കുറുമ്പൂർ മന തന്നെയാണ് പേജ് കേട്ടോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടാറൊക്കെ ഉണ്ട്. ഫസ്റ്റ് നമ്മൾ പെട്രോൾ പമ്പിൽ പോയിട്ട് കുറച്ച് പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു, പമ്പ്. അങ്ങനെ ഇതേ നമ്മൾ മാമൻ്റെ വീട്ടിലെത്തിയിട്ടോ, ന്യൂസ് നമ്മളെ കാത്ത് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഒരു സംഭവം ഉണ്ടായത്, അത് അടുത്ത ക്ലിപ്പായിട്ട് ഞാൻ ഓൺ വോയിസിലാണ് പറയുന്നത് കേട്ടോ. ഗൈസ്, ഞാനിവിടെ വന്നപ്പോൾ തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അവരുടെ അടുത്തേക്ക് പോവാം ഗൈസ്. ഞാൻ വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ 2 പേര് ഓടണ കണ്ടു. പേര് പറഞ്ഞു ഫൈസ. ഗൈസ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. എൻ്റെ മാമൻ്റെ വീടിൻ്റെ അപ്പുറത്താണ്. ഓക്കെ, ബൈ. അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബർ കുട്ടീനൊക്കെ കണ്ടു. പിന്നെ അന്ന് രാത്രി ഒന്നും പ്രത്യേകിച്ച് ക്ലിപ്പൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് പിറ്റേ ദിവസം ഞങ്ങളൊരു 6:30 ആകുമ്പോൾ തന്നെ രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നു. ക്യാമറാമാൻ ഒരു 7:30 ആകുമ്പോഴേക്കും വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മേക്കപ്പ് ചെയ്യാനൊക്കെ റെഡി ആയി നിൽക്കായിരുന്നു. അപ്പോഴേക്കും നമ്മളെ പൂക്കളുണ്ടായിരുന്നു, അത് നമ്മൾ വീണ്ടും ഇടാൻ വേണ്ടിയിട്ട് ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലത്തെ പൂക്കളത്തിൻ്റെ ഒന്നും ഉണ്ടായിട്ടുണ്ട്, കുഴപ്പമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ മേലെ നല്ല കട്ടിക്ക് ഒന്നുകൂടെ പൂട്ട് കൊടുക്കുമായിരുന്നു. അതായത് നമ്മൾ വീണ്ടും ആ സെയിം ഡിസൈനൊക്കെ വരയ്ക്കുന്ന പോലെ തന്നെ ഇതൊക്കെ ഞങ്ങൾ വീണ്ടും ഇട്ടതാണ് കേട്ടോ അതിൻ്റെ മേലിൽ കൂടെ. അപ്പോൾ അതൊന്നും ഇട്ടിട്ട് നല്ല വൃത്തിയായി, കാരണം ഇന്നലെ തന്നെ വെക്കാൻ പറ്റില്ലല്ലോ, ഇനിയിപ്പോൾ പൂക്കളിടേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടത്. ആവശ്യമില്ല മീൻസ് ഫോട്ടോയ്ക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഇട്ടത്, അല്ലെങ്കിൽ പുതിയതിടായിരുന്നു. പിന്നെ നമ്മളെ തിരുവോണം ഇന്നലെ ആയിരുന്നല്ലോ, കഴിഞ്ഞല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇത് ഇവിടെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇനിയും ഉണ്ട് കേട്ടോ. ഫാന് ലൈറ്റ് അങ്ങനെയൊന്നും വെച്ചിട്ടില്ല, ഇനി പെയിൻറ്റിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നടുമുറ്റം. പിന്നെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ആക്ച്വലി അത് മേക്കപ്പ് ചെയ്യേണ്ടതെന്നാണ് വിചാരിച്ചത്, അതായത് ബ്യൂട്ടീഷ്യൻ വെച്ചിട്ട് മേക്കപ്പ് ചെയ്യേണ്ടതെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഏതായാലും വന്ന സ്ഥിതിക്ക് ചെയ്യാൻ വിചാരിച്ചു. ഇവിടെ നെർസിൻ്റെ ഹെയർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ബ്ലോ ഡ്രൈ ചെയ്തു, അതിന് ശേഷം ക്രിംപ് ചെയ്തിട്ട് ഹെയർ ഇങ്ങനെ നടു എടുത്തിട്ട് ഒരു ട്രഡീഷണൽ ഹെയർ സ്റ്റൈലാണ് ചെയ്ത് കൊടുത്ത്. നെർസിന് നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ആക്ച്വലി നമുക്ക് അറിയുന്ന ചേച്ചിയാണ് കേട്ടോ, സ്മിത എന്നാണ് ചേച്ചിയുടെ പേര്. ചേച്ചിയുടെ അനിയത്തി സരിത. അപ്പോൾ അവർ രണ്ടുപേരും ബ്യൂട്ടീഷ്യൻസാണ്, നമ്മളെ വീടിൻ്റെ അടുത്തായിട്ടാണ് വരിക. സ്മിതേച്ചിനൊക്കെ അത്യാവശ്യം നല്ല അടിപൊളി ബ്യൂട്ടീഷ്യനാണ്, കുറച്ച് സെലിബ്രിറ്റീസിനൊക്കെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇൻസ്റ്റയിൽ വീഡിയോ ഇടുമ്പോൾ ഞാൻ എന്തായാലും ടാഗ് ചെയ്യാം കേട്ടോ, അവരുടെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ രാവിലെ കുളിച്ചു, തല അണയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, മെയിലൊക്കെ കഴിക്കുന്നതുകൊണ്ട് ചെറുതായിട്ട് കണ്ണൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മേക്കപ്പിൻ്റെ സമയമാകുമ്പോഴേക്കും ആ കണ്ണ് വീർക്കലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അടുത്തത് നീലുമാണ് ഇരുന്നത്. നീലുണ്ട് ആക്ച്വലി ഭയങ്കര സ്ട്രെയിറ്റ് ഹെയർ ആണ്, അപ്പോൾ അത് ക്രിംപ് ചെയ്യാണ്ട് എന്തായാലും ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയും സ്മൂത്ത് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവളുടെയും ക്രിംപ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നെർസിൻ്റെ പോലെയാണ് കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. നെർസിൻ്റെ ഇങ്ങനെ ബ്ലാന്ന് നിൽക്കുന്ന മുടി ആയതുകൊണ്ടേ അവൾക്ക് കുറച്ചെടുത്ത് ഇങ്ങനെ പതുങ്ങിയാലും ഭംഗിയുണ്ടാവും. നീലുവിൻ്റെ മുടി കോലം മുടി ആയതുകൊണ്ട് ചില ഹെയർ സ്റ്റൈലുകൾ അവൾക്ക് ഭംഗി ഉണ്ടാവാറില്ല. പക്ഷേ ഈ ഹെയർ സ്റ്റൈൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നെർസിന് മേക്കപ്പ് ഒന്നും വേണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്യൂട്ടീഷ്യൻ ചെയ്യേണ്ട, അവൾക്ക് അങ്ങനെ മേക്കപ്പ് ഇഷ്ടമല്ല. എൻ്റെ അതേ പകർപ്പാണ് ഗൈസ്, എനിക്കങ്ങനെ ബ്യൂട്ടീഷ്യൻ ചെയ്യണമെന്ന് ഇഷ്ടമല്ല മേക്കപ്പ്. നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ഒരുപോലെ ചെയ്ത് പെട്ടെന്ന് മാറുമ്പോൾ ഒരു പേടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, എൻ്റെ മുഖം എന്തോ മാതിരി ഇരിക്കുന്നുണ്ട്, ഞാനിങ്ങനെ കെട്ടിയിട്ടിട്ടോ ഞാൻ ഇങ്ങനെ വെറുതെ നടക്കായിരുന്നു. അപ്പോൾ നെർസിന് ഞാനാണ് മേക്കപ്പ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഏതായാലും ഞാൻ സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ കണ്ണൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു ഏതായാലും ബ്യൂട്ടീഷ്യനൊക്കെ വന്നല്ല ഇടയ്ക്കല്ലേ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ കൊണ്ടിരുത്തിയിട്ടോ. അപ്പോൾ ഏതായാലും ബ്യൂട്ടീഷ്യനാണ് എൻ്റെ മേക്കപ്പ് പിന്നെ ചെയ്ത്. ഞാൻ എൻ്റെ കണ്ണ് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. കണ്ണെന്ന് വെച്ചാൽ ഞാനിവിടെ റൂമിൽ
നുസുവിൻ്റെ ഒക്കെ മേക്കപ്പ് കഴിഞ്ഞിട്ട് അവൾ രാവിലെ ഹെയറൊക്കെ ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇട്ടു, അത്രയൊക്കെ തന്നെ ചെയ്തിട്ടുള്ളൂ. ബാക്കിൽ മാമി അതിസാഹസികമായി കമ്മലൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് നല്ലത് കേട്ടോ. ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള കമ്മൽ. നെർസിൻ്റെ മേക്കപ്പ് കഴിഞ്ഞ് നല്ല ഭംഗിയുണ്ടായിരുന്നു അവളെ കാണാൻ. കമൻറ്റ് ചെയ്യും എങ്ങനെയുണ്ടെന്നാണ് കേട്ടോ അവൾ പറഞ്ഞത്. നീല അവിടെ ബാക്കിലിരിക്കുന്നുണ്ട്, കാരണം എന്തിനോ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും, എനിക്ക് ഓർമ്മയില്ല എന്തിനാണെന്ന്. അപ്പോൾ നമ്മളിതേ കണ്ണും കാര്യങ്ങളൊക്കെ ഞാൻ ഐലൈനറൊക്കെ എഴുതി കഴിഞ്ഞു. ഇതേ ബാക്കിൽ നിറച്ച് തിരക്കാണ് കേട്ടോ. അമ്മ എത്തിയിട്ടുണ്ട്. അമ്മയുടെയും മാമിയുടെയും സെറ്റ് മുണ്ട് ഫുൾ ഡ്രേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടുത്തെ ബ്യൂട്ടീഷ്യനായിരുന്നു കേട്ടോ. സ്മിതി ചേച്ചിയുടെ അനിയത്തിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അമ്മ സെറ്റ് സാരിയാണ് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. സെറ്റ് സാരിയാണ്, മാമി സെറ്റ് മുണ്ടാണ്. അപ്പോൾ ഗൈസ് ഇത് കുറച്ചിങ്ങനെ പോർട്രേറ്റ് ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ചെറിയൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു ഹെയർ സ്റ്റൈലിൻ്റെ കാര്യത്തിൽ. കുറേ ആയി വിചാരിക്കുന്നു ഹെയറിൻ്റെ തുമ്പ് ഒന്ന് കേൾ ചെയ്തിടണമെന്ന്. ഈ സെലിബ്രിറ്റീസിനെ കണ്ടിട്ടില്ലേ, ഫുൾ ഹെയർ എനിക്ക് കേൾ ചെയ്യാൻ ഇഷ്ടമില്ല. അതിൻ്റെ തുമ്പ് ഇങ്ങനെ കേൾ ചെയ്ത് എടുക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഹെയർ. പക്ഷേ ഉണ്ടല്ലോ എൻ്റെ ഹെയറിൽ എന്താ പറയുക, നല്ലോണം ഷാമ്പു ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് ആ ചേച്ചി പറഞ്ഞു അധികം ഷാമ്പു ഇല്ലാത്തതുകൊണ്ട് കേൾ ചെയ്ത് അധികം നേരം നിൽക്കാൻ ചാൻസ് കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് വരുമ്പോഴേക്കും ഒരുവിധം എൻ്റെ കേൾസൊക്കെ പോയിട്ടുണ്ടായിരുന്നു. സെറ്റിംഗ് സ്പ്രേ അടിച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ എൻ്റെ ഹെയറിൽ അത് നിൽക്കുന്നുണ്ടായിരുന്നില്ല. ഹെയറിൻ്റെ ടെക്സ്ചർ കൊണ്ടായിരിക്കാം, കാരണം ശരിക്കും ഷാമ്പൂ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതായിരുന്നു ഗൈസ് എൻ്റെ ഹെയർ. ബാക്കിൽ വന്നിട്ട് സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കേൾ ചെയ്ത് കിടക്കുന്നുണ്ടായിരുന്നു. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഹെയർ സ്റ്റൈൽ ഞാൻ പിന്നെ യൂഷ്വലി ചെയ്യുന്ന പോലെ ഹെയർ സ്റ്റൈൽ ഞാൻ ഒട്ടും പരീക്ഷിക്കാറില്ല. എനിക്ക് ഭയങ്കര പേടിയുള്ളതാണ്. ഞാൻ ഒട്ടും പുറത്തുനിന്ന് മേക്കപ്പ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് നല്ല പേടിയാണ്. പ്രത്യേകിച്ച് എൻ്റെ കണ്ണിൻ്റെ അവിടെ ചെയ്യുമ്പോൾ എനിക്കാണെങ്കിൽ ഡാർക്ക് സർക്കിൾസ് ഉള്ളതുകൊണ്ട് അവിടേക്ക് മേക്കപ്പ് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര പേടി, അവിടെ ഇങ്ങനെ ഗ്രേ കളറായി കിടക്കുമോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ടെൻഷനും അല്ല. അതുകൊണ്ട് എനിക്ക് മേക്കപ്പ് ഇഷ്ടമില്ല സത്യം പറഞ്ഞാൽ, ഇങ്ങനെ ബ്യൂട്ടീഷ്യൻ വെച്ചിട്ട്. പക്ഷേ ഇവർ നന്നായിട്ട് തന്നെ ചെയ്ത് തന്നിട്ടായിരുന്നു. കണ്ണിൻ്റെ അവിടെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. ഫോട്ടോയിൽ ആ കണ്ണ് മാത്രം ഇങ്ങനെ ഹൈലൈറ്റ് ആവും, ആ ഒരു കുഴപ്പമുണ്ടായിരുന്നു. കണ്ണിൻ്റെ മേലത്തെ കണ്ണെഴുതിയത് ഐഷാഡോ മസ്കാര ഇട്ടതൊക്കെ ഞാൻ തന്നെ. ഫേസ് മേക്കപ്പ് ഫുൾ അവരാണ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും മുഖം എനിക്ക് അത്ര കുഴപ്പമായിട്ടും തോന്നിയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. ഇതാണ് കേട്ടോ സ്മിതേച്ചി, ആളുടെ അനിയത്തിയാണ് ഇത്ര നേരം ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്മിതേച്ചി കുറച്ച് ബിസി ആയിരുന്നു, അപ്പോൾ അത് കഴിഞ്ഞ് അവിടേക്ക് വന്നു. പിന്നെ നീലുവിനും സ്മിതേച്ചി ഫുൾ മേക്കപ്പ് ചെയ്ത് കൊടുത്തു. അതായത് അവൾ ഫൗണ്ടേഷൻ വേണ്ടാന്ന് പറഞ്ഞു, ലിപ്സ്റ്റിക് ഐഷാഡോയും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു. അവൾക്ക് അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ ഇന്ന് ഇവിടെ മെയിനായിട്ട് നടക്കാൻ പോകുന്നത് ഫോട്ടോഷൂട്ടാണ് കേട്ടോ. ഓണത്തിൻ്റെ അന്ന് തന്നെയാണ് ഓണത്തിൻ്റെ പിറ്റേ ദിവസമാണ്. കാരണം ഓണത്തിൻ്റെ സമയത്തെടുത്ത് എല്ലാവരും ഈ ഓണം എന്ന് പറഞ്ഞ് ഇഷ്ടം പോലെ ഫോട്ടോഷൂട്ട് ഇടും, നമുക്കൊരു ശ്രദ്ധ കിട്ടില്ല. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഓണം എന്നുള്ള ബേസ് അല്ലെങ്കിലും ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഫോട്ടോഷൂട്ട് നടത്താമെന്ന് പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നടുമുറ്റത്താണ് തിരുവാതിര ഉണ്ട് കേട്ടോ. നമ്മളെ വീടിൻ്റെ അടുത്തുള്ളൊരു കുറച്ച് ഗ്യാങ് ഉണ്ട്. ഗ്യാങ് മീൻസ് ആ ഒരു ടീമാണ് മിക്കവിടെ അമ്പലത്തിൽ തിരുവാതിരൊക്കെ നമ്മൾ കളിക്കാറുള്ളത്. സോ അവരൊക്കെ വിളിച്ചിട്ടുണ്ട്. അവരാണിന്ന് തിരുവാതിര കളിക്കുക. അകത്തും പുറത്തൊക്കെ അങ്ങനെ ഇട്ട് ഫുൾ ഒരു ട്രഡീഷണൽ ഒരു നാടൻ ടച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ മെയിനായിട്ട് കഥകളി ഉണ്ട് കേട്ടോ. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. കഥകളി ഒരു 3:30-4 മണിക്ക് ആയപ്പോഴാണ് ഷൂട്ട് ഉണ്ടായിരുന്നത്. ഇത് രാവിലെയാണ് ഈ തിരുവാതിരയും ഐറ്റംസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നഴ്സിന് കണ്ണ് എഴുതണം പറഞ്ഞിട്ട് അവിടേക്ക് പോയി. അവിടെ കണ്ണ് ചെറുതായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഐഷാഡോയും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഇട്ടോ എന്നുള്ള രീതിയിൽ അവൾ അങ്ങോട്ട് പോയി. പിന്നെ കുറേ മുല്ലപ്പൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം കട്ടിക്ക് തന്നെ എല്ലാവരുടെയും തലയിൽ മുല്ലപ്പൂ വെച്ചിട്ടുണ്ടായിരുന്നു. ഹെയറിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ യു പോലെയായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ യൂഷ്വലി അങ്ങനെയാണ് ഞങ്ങൾ വെക്കാറ്. അപ്പോൾ എൻ്റെ മേക്കപ്പ് ഫുള്ള് കഴിഞ്ഞു ഗൈസ്. പ്രശ്നം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും ഹെവി ആയിട്ടുള്ള മാലയിടാൻ എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സംഭവമാണ്. പക്ഷെ അമ്മ പറഞ്ഞു അങ്ങനെ ഇട്ടില്ലെങ്കിൽ ഫോട്ടോയിൽ ഭയങ്കര സിമ്പിളാവും, എപ്പോഴും സിമ്പിൾ എന്ന് പറഞ്ഞ് നടക്കരുതെന്ന്. എന്നിട്ട് എന്നെക്കൊണ്ട് ഈ മാല ഇടിപ്പിച്ചു. അതിന് ഈ വലിയ കമ്മലും. ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല, എൻ്റെ മുഖം അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എന്നിട്ട് ഞാൻ ലാസ്റ്റ് ആ കമ്മൽ അയച്ചിട്ട് ആ മാലയുടെ പെയറായിട്ടൊരു സ്റ്റഡ് ഉണ്ടാവും, അതിട്ടപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസമായി. പക്ഷെ ലാസ്റ്റ് എന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം അമ്മ ആ മാല അയച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വന്ന സന്തോഷം ഭയങ്കര സന്തോഷമായി ഗൈസ്. അതാണ് കുഴപ്പം, നമ്മളെപ്പോഴും സിമ്പിളായിട്ട് നടന്നാൽ പെട്ടെന്ന് നമുക്ക് ഒരിക്കലും ഹെവി ആവാൻ പറ്റില്ല. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ അത്. ഇപ്പോഴാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ് എനിക്ക് വന്നത്. അപ്പോൾ എന്തായാലും നുസു ഇതേ ഹെയറിൽ മുല്ലപ്പൂ വയ്ക്കുന്നുണ്ട്. അത് ആദ്യം അവളെ ഹെയർ സ്റ്റൈലൊന്നും അവൾക്ക് ഇഷ്ടമല്ല, ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അഴിച്ചിടുന്നത് ഇഷ്ടം. അവളുടെ ഷോർട്ട് ഹെയർ ആണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ബാക്കിൽ ഇങ്ങനെ മുല്ലപ്പൂ വയ്ക്കാമെന്നായിരുന്നു അവളുടെ പ്ലാൻ. പക്ഷെ അവൾക്ക് അത് അധികം ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പിരിച്ചിട്ട് ആ ഒരു രീതിയിൽ കെട്ടി. നല്ല ഭംഗി ഉണ്ടായിരുന്നു നുസുവിനെ കാണാൻ വേണ്ടിയിട്ട്. നല്ല കറക്റ്റ് ഒരു നാടൻ പെൺകുട്ടിയുടെ ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫോണൊന്ന് ഫ്രീ ആയി കിട്ടിയപ്പോൾ ഞാൻ വെയിലിൻ്റെ അടുത്തേക്ക് ഒന്ന് ചെന്നിട്ട്
എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഗൈസ് എൻ്റെ മേക്കപ്പ്. ഇത് ഇട്ട വശം നമുക്ക് എന്തോ ഒരു പുട്ടിയടിച്ച ഫീൽ തോന്നും, പക്ഷെ ഉണ്ടാകുന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ വേർത്തു. അപ്പോൾ ഇങ്ങനെ വേർക്കുമ്പോൾ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി ഫേസ് ഫുൾ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫോട്ടോസൊക്കെ നല്ല അടിപൊളിയായിട്ട് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. അകത്തുനിന്ന് കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു. തിരുവാതിരക്കളി ഉണ്ട് കേട്ടോ, അതൊക്കെ ഞാൻ അടുത്ത ക്ലിപ്പായിട്ട് ആഡ് ചെയ്യാം. ഇത് ഞങ്ങളുടെ എല്ലാവരും ഫോട്ടോ എടുക്കുന്നതാണ്. എല്ലാവരും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു ഡ്രസ്സായിട്ട് തന്നെ വന്നു കേട്ടോ. ഏകദേശം ഒരു കളർ ടോൺ ആയിട്ട് തന്നെ വന്നത് കോയിൻസിഡൻസ് ആയിട്ട് വന്നതാണ്. കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറേ റീൽസ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ രണ്ടാമത് ഡ്രസ്സ് ഇട്ടു, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി 17 മിനിറ്റ് ഉണ്ട് ഈ വീഡിയോ. എന്തായാലും വോയിസ് ഓവർ ചെയ്ത് വരുമ്പോഴേക്കും ഞാൻ ഒരു വിധാവും. എന്തായാലും പറ്റിടത്തുനിന്നൊക്കെ ഞാൻ വോയിസ് ഓവർ ചെയ്യും. അതൊക്കെ ഇതിൻ്റെ മ്യൂസിക്കിന് ആഡ് ചെയ്യാം. അപ്പോൾ നടുവിലൊരു വലിയ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഗൈസ് നമ്മുടെ തിരുവാതിര ടീം വന്നിട്ടുണ്ട്. പർപ്പിൾ ആയിരുന്നു അവരുടെ ഡ്രസ്സ് വന്നിട്ട്, ലൈക്ക് അവരുടെ ബ്ലൗസ് വന്നിട്ട്. അതിന് മുമ്പ് നമ്മൾ ആ വിളക്ക് കത്തിക്കുന്നതൊക്കെ അടിപൊളിയായിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവ ഫോട്ടോഗ്രാഫി എന്നാണ് അവരുടെ പേജിൻ്റെ പേര്, ഇൻസ്റ്റഗ്രാം പേജിൻ്റെ പേര്. നല്ല അടിപൊളി ഫോട്ടോസ് ആയിരുന്നു. എൻ്റെ ഫോട്ടോസ് കിട്ടിയിട്ടില്ല, പക്ഷെ ബാക്കി നൂസുവിൻ്റെയും മിലുവിൻ്റെയും മാമിയുടെ ഒക്കെ കുറച്ചായിട്ട് ഇന്നാണ് കുറച്ചായിട്ട് കിട്ടിയത്. ആക്ച്വലി വീഡിയോ വോയിസ് ഓവർ ചെയ്യുന്നത് സെപ്റ്റംബർ 17 16-ാം തീയതിയാണ് ഈ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നത്, അതായത് ഇന്നലെ. അപ്പോൾ എന്തായാലും ഇന്നൊക്കെ എന്നെ കുറച്ച് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇന്ന് തന്നെ ഒരുവിധം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റീൽസും കാര്യങ്ങളൊക്കെ നാളെ മറ്റന്നാളിനുള്ളിലൊക്കെ തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നല്ല ഫോട്ടോഗ്രാഫി ആയിരുന്നു അവരുടെ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫോട്ടോസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ലൈക്ക് വിളക്ക് കത്തിക്കുന്നതായിട്ട് ആ ഒരു രീതിയിലായിട്ട് അമ്മാമ്മയും അമ്മയും മാച്ചിങ് ആയി. അമ്മയും ഗ്രീൻ കളറായിരുന്നു കേട്ടോ. ബാക്കി ഞങ്ങളെല്ലാവരും ഏകദേശം ഒരു ടോണിൽ തന്നെ വന്നു. അപ്പോൾ എന്തായാലും നല്ല തകൃതിയായി അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ തിരുവാതിര ഇത് കഴിഞ്ഞിട്ടുണ്ടോ, അത് ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് തിരുവാതിരയുടെ ഭാഗത്ത് ഞാൻ വോയിസ് ഓവറാണ് കൊടുക്കുന്നത് കേട്ടോ. കാരണം തിരുവാതിരയുടെ ഭാഗത്ത് ഞാനിപ്പോൾ എന്താ പറയുക, അവർ ഈ സ്റ്റെപ്പ് കളിക്കുക അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ഓണമൊക്കെ തന്നെയല്ലോ, ഓണം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഫോട്ടോഷൂട്ടൊക്കെ ആയതുകൊണ്ട് തന്നെ ഓണത്തിൻ്റെ പാട്ടിരിക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മുടെ തിരുവാതിരയും കാര്യങ്ങളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഇവിടുന്ന് തന്നെ നടുമുറ്റിൽ നിന്ന് തന്നെ 2 റൗണ്ട് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വീഡിയോയുടെ ആംഗിൾസ് ഒന്നുകൂടെ ഭംഗി മേലെന്ന് പോയി എടുത്തപ്പോഴായിരുന്നു. അപ്പോൾ ആദ്യം ഇവിടുന്ന് കുറേ അടിപൊളിയായിട്ട് ആംഗിൾസ് എടുത്തു. അത് പോരാഞ്ഞിട്ട് ഒന്നുകൂടെ വീണ്ടും കളിക്കാൻ പറഞ്ഞിട്ട് മേലെന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം കഥകളിയൊക്കെ ഇവിടുന്നായിരുന്നു മേക്കപ്പ്. അത് ഫുൾ സെറ്റ് ആയതിനു ശേഷം പുറത്ത് കളത്തിൻ്റെ ചുറ്റും കളിച്ചിട്ടുണ്ടായിരുന്നു. കളത്തിൻ്റെ ചുറ്റും കളിച്ചത് വേറെ തിരുവാതിരയിൽ തന്നെ വേറെ സോങ്ങും വേറെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ 2 പ്രാവശ്യം കളിച്ചത് സെയിം സംഭവം തന്നെയായിരുന്നു കേട്ടോ. പുറത്ത് കളിച്ചത് വ്യത്യാസം ഉണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും നിങ്ങൾ തിരുവാതിര എൻജോയ് ചെയ്യും. അപ്പോൾ എന്തായാലും തിരുവാതിര ഞാൻ ഫുള്ളായിട്ട് ഇതിൽ ആഡ് ചെയ്തില്ല കേട്ടോ. അതൊരു 3 മിനിറ്റ് എന്തോ ഉണ്ടായിരുന്നു എൻ്റെ ഓർമ്മയിൽ. അപ്പോൾ എല്ലാതും കൂടെ ആഡ് ചെയ്തത് നിങ്ങൾക്ക് ബോറടിക്കില്ലേ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ വേർത്തപ്പോൾ തന്നെ ഫേസൊക്കെ ഒന്നൊരു വിധം സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നീലുവിൻ്റെ സിംഗിൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്താണെങ്കിൽ അടിപൊളിയാണ്, കാരണം ഒരു മനയാണല്ലോ. അപ്പോൾ അതിൻ്റെതായ ഒരു ട്രഡീഷണൽ ലുക്ക് മൊത്തത്തിലുണ്ടായിരുന്നു. പിന്നെ ഒരു അടിപൊളി തണൽമരവും അപ്പുറത്ത് കുളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുളത്തിൻ്റെ അവിടെ നിന്ന് ഞാൻ രണ്ടാമത്തെ ലുക്കിൽ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വെള്ളത്തിൽ ഇങ്ങനെ ഇതാക്കുന്ന കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു റീൽസിന്. ഇവിടെ
നിന്ന് പൂ എറിയുന്ന ഒരു സംഭവമുണ്ട്. അതായത് നീലു ഇങ്ങനെ കയ്യിൽ നിന്ന് പൂ ഇങ്ങനെ മേലേക്ക് എറിയുന്നത് അവിടെ നിന്ന് ഇങ്ങനെ കുറേ ക്ലിക്ക് വരുന്നതാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചത്തെ ഫുഡ് കഴിച്ചു. ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചൊരു വിധം റെസ്റ്റ് എടുത്ത് ഇങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും ഇവിടെ കഥകളിയുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അതായത് ഉച്ചയ്ക്ക് ഒരു മേക്കപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ചിട്ട്. ഒരു 3:30 എന്തോ ആയപ്പോൾ 3:30 കഴിഞ്ഞു എന്തായാലും ഫുൾ മേക്കപ്പ് അവരുടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ സെക്കൻഡ് ലുക്ക് അതേ ഇരിക്കുന്നു ഞാൻ ആ അറ്റത്ത് കേട്ടോ. ഞാനിത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സെക്കൻഡ് ലുക്കിന് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഫോട്ടോസൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ എന്തായാലും ഇടും. ഇൻസ്റ്റയിൽ ഇല്ലാത്തവർ കുറേ പേരുണ്ടെന്നറിയാം. സോ അവർക്ക് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ടും അതുപോലെ ഷോർട്സൊക്കെ ചെയ്യണമെന്നായിരിക്കും കേട്ടോ. ഞാൻ എൻ്റെ ഓണ സെലിബ്രേഷന് സ്കൂളിലേക്ക് ഇട്ട് ഔട്ട്ഫിറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്രീം കളർ സ്കേർട്ടും ബ്ലൂ ടോപ്പുമാണ്. അത് ഒന്നുകൂടെ നമ്മൾ എൻ്റെ മേക്കപ്പൊക്കെ ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ചെറുതായിട്ടൊന്ന് കുറച്ചു. എന്നിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി കഥകളിയായിരുന്നു കേട്ടോ. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമായിട്ട് അവരുടെ മേക്കപ്പ് ആണെങ്കിലും മൊത്തത്തിൽ ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ കഥകളി ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. ഒരു തവണ നേരിട്ട് കണ്ടിട്ടുള്ളത് ഞങ്ങളെ സ്കൂളിൽ ഡ്രാമയ്ക്ക് എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവൾ കഥകളി ആയിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് കണ്ടിട്ടുണ്ടായത്. അത് ജസ്റ്റ് ഡ്രാമയ്ക്ക് വേണ്ടിയിട്ട് ആയിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ ഒറിജിനലായിട്ട് ഇങ്ങനെ ശരിക്കും കഥകളി ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ ഒരു കൗതുകം നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ അവരുടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അകത്ത് നിന്നുള്ള നടുമുറ്റുന്നായിരുന്നു ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങി. ഇതേ നമ്മുടെ ടീമിൻ്റെ എഗെയിൻ ഡാൻസാണ്. ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് സ്പീഡ് കൊടുത്തിട്ടുണ്ട്. അതാണ് കുറച്ച് സ്പീഡ് തോന്നിയത് കേട്ടോ. ആദ്യത്തെ ഞാൻ സ്പീഡൊന്നും കൊടുത്തിട്ടില്ല. ഇത് കുറച്ച് ഞാൻ സ്പീഡ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് സ്പീഡ് പോലെ തോന്നുന്നത്. ഓക്കെ ഗൈസ്, എന്തായാലും ഇതും കൂടെ നിങ്ങളിരുന്ന് എൻജോയ് ചെയ്യൂ. അപ്പോൾ ഗൈസ്, തിരുവാതിരക്ക് ഓൾമോസ്റ്റ് കഴിയാനായിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഫോട്ടോസും വീഡിയോസൊക്കെ വഴിയേ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ എടുത്ത് വരുന്നത് വരെ ടാറ്റാ.